പ്രോഡക്റ്റിന്റെ USP അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ USP, ഒരു ബുക്കിന്റെ USP, ഇങ്ങനൊരു USP നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തെന്നാ ഈ USP പറഞ്ഞാല്? USP എന്നാൽ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പസിഷൻ. ചിലരത് യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്നും പറയാറുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, കോമ്പറ്റീറ്ററിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്ന, നമുക്ക് മാത്രമുള്ള ആ ഒരു പ്രത്യേകത, അതെന്ത്? അതാണ് നമ്മുടെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പസിഷൻ എന്ന് പറയുന്നത്. ഇത് ഏത് പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയാലും, ഇനി പ്രൊഡക്റ്റിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മളൊരു വ്യക്തി എന്ന നിലയിലും നമുക്ക് നമ്മളെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവണം, അല്ലേ? ഒരു വ്യത്യസ്തത ഉണ്ടാവണം. ആ യുണീക്നെസ് ആയിരിക്കും എപ്പോഴും നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഒരുപക്ഷെ ഒരു വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ഒരു വ്യക്തി ഓർമ്മിക്കുമ്പോൾ, എന്തോ ഒരു സാധനം ആദ്യം മനസ്സിൽ വന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ആവില്ലേ? ആ സാധനമാണ് USP. ഈ USP എന്ന് പറയുന്നത് നമ്മൾ MBA ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് കാര്യമായി പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയുടെയും ആവശ്യകതയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ MBAയുടെ ക്ലാസ്സിനൊന്നും പോകണമെന്ന് നിർബന്ധമില്ല. അതൊന്നും ചെയ്യാത്ത പലരും ബിസിനസ്സിൽ വളരെ വിജയത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ടെക്നോളജി ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മുൻകയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഏത് പ്രൊഡക്റ്റും ഏത് ബ്രാൻഡും ഒക്കെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാറുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ USP. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് ഈ സംഭവം എന്നുള്ളത്. നിങ്ങളെ ദി എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? സംഭവം സിമ്പിളാണ്. അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും എല്ലാം കൃത്യമായിട്ട് പരാമർശിക്കപ്പെടുന്ന ലേഖനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദി എക്കണോമിസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ദി എക്കണോമിസ്റ്റ് അവരുടെ USP ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഏത് ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, മാഗസീൻ ആയിക്കോട്ടെ, പണ്ടൊക്കെ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ മാത്രമാണ്. പക്ഷെ ഇന്ന് ഏത് ന്യൂസ് പേപ്പറിനും അതിൻ്റെ ഡിജിറ്റൽ വെർഷൻ ഉണ്ടാവും, എല്ലാ വെർഷൻസും ഉണ്ടാവും. ഈവൻ മാഗസീൻസിന് പോലും അത്തരം കാര്യങ്ങൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ദി എക്കണോമിസ്റ്റ് അവരുടെ USP ആയിട്ട് ആളുകളുടെ മുൻപിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, യു ഹവ് സീൻ ദ ന്യൂസ്, പക്ഷേ ഞങ്ങൾ അതിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ യു ഹവ് സീൻ ദ ന്യൂസ്, വൈ നോട്ട് ഡിസ്കവർ ദ സ്റ്റോറി എന്നാണ് ദി എക്കണോമിസ്റ്റ് ചോദിക്കാറുള്ളത്. അതാണ് അവരുടെ USP. അപ്പോൾ ഒരു ന്യൂസ് വെറുതെ പറയുന്നതിന് പകരം ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ സ്റ്റോറിയിലേക്ക് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്തേണ്ടത് ദി എക്കണോമിസ്റ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടത് ദി എക്കണോമിസ്റ്റിലാണ്. അതാണ് അവർ പറയുന്നത്. That is what is separating them from the other competitors. മനസ്സിലായോ? ഇതുപോലെ നമുക്ക് മറ്റ് ചില ബ്രാൻഡുകൾ നോക്കാം. നിങ്ങൾ ടിഫനി ആൻഡ് കോ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ? അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കളർ കോമ്പിനേഷൻ, ഒരു സോർട്ട് ഓഫ് എന്താണെന്ന് ഞാൻ പറയാം, ഒരു ടീൽ ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കളറാണ്. ഒരു പച്ചിച്ച നീലിച്ച ഒരു കളർ. ഒന്ന് നിങ്ങൾ ടിഫനി ആൻഡ് കോ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, കളർ തന്നെ ആദ്യം പൊതി വരും നിങ്ങൾക്ക്. അപ്പോൾ അവർ ദർ ആക്ച്വലി ഫേമസ് ഫോർ ദെയർ ഫാഷൻ ജ്വല്ലറി. ഇപ്പോൾ അത് മാത്രമല്ല, അവർക്ക് ഈവൻ ഫ്രാഗ്രൻസ് അടക്കം ഉണ്ട് കേട്ടോ. അവരുടെ പെർഫ്യൂമൊക്കെ നല്ല മണമുള്ള ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ ഇപ്പോൾ വെസ്റ്റേണേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാം, കല്യാണത്തിന് മുമ്പ് പ്രൊപ്പോസൽ എന്ന് പറയുന്നത് വളരെയധികം ആഘോഷിക്കപ്പെടുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഈ ചടങ്ങിനകത്ത് മോതിരമാണ് സാധാരണ കൈമാറാറുള്ളത്. അപ്പോൾ ഈ മോതിരം കൈമാറുന്നതിൽ ടിഫനിയുടെ മോതിരം കിട്ടി എന്ന് പറയുന്നത് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡ് അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ഫീലിംഗ് എന്ന് പറയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയല്ല ടിഫനി ആൻഡ് കോ. അവരുടെ USP ആയിട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഇത് ഓൾറെഡി ഈ പ്രപ്പോസലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടിഫനി ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവരുടെ USP എന്ന് പറയുന്നത് ദ റൈറ്റ് വൺ ഇസ് വർത്ത് വെയിറ്റിംഗ് ഫോർ എന്നാണ്. അതായത് ശരിയായിട്ടുള്ള ആള് കയ്യിൽ കിടണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, റൈറ്റ്? അതവരെ മോതിരത്തിൻ്റെ ആ ഡയമണ്ടിൻ്റെ സാധനമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതിനെ പറയാറുള്ളത്. അപ്പോൾ ദാറ്റ്സ് ടിഫനീസ് USP. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ രണ്ട് സാധനം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ബ്രാൻഡുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ ഡോമിനോസിൻ്റെ പിസ്സ, ഓക്കെ, അവർക്കൊരു USP ഉണ്ട്. അവരുടെ USP എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഹോട്ട് ആയിട്ടുള്ള പിസ്സ ഡെലിവർ ചെയ്യപ്പെടും നിങ്ങളുടെ ഡോറിൽ വിത്തിൻ 30 minutes ഓഫ് ഓർഡറിങ്. ആ 30 minutesനുള്ളിൽ നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിസ്സ ഇസ് ഫോർ ഫ്രീ. അപ്പോൾ എന്താണ് അവരുടെ USP ആയിട്ട് പറയുന്നത്? ഫാസ്റ്റസ്റ്റ് ഡെലിവറി. അതാണ് അവർ പ്രോമിസ് ചെയ്യുന്നത്. അപ്പം അതാണ് അവരുടെ കോമ്പറ്റീറ്ററിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘടകം. സോ ദാറ്റ്സ് ഡോമിനോസ്.
അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വേറൊരു ബ്രാൻഡാണ് M&M. ഓക്കെ, M&Mന്റെ ചോക്ലേറ്റ്സ് അല്ലേ. അപ്പം M&M പറയുന്നത് ഇതാണ്, ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് മെൽറ്റ് ആകേണ്ടത് വായിലാണ്, അല്ലാതെ കയ്യിലല്ല. എന്തായിരിക്കും ആ ഒരു സെന്റൻസ് കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ചില ചോക്ലേറ്റ് ബ്രാൻഡ്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, നല്ല ടേസ്റ്റി ചോക്ലേറ്റ്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന്, അതായത് തണുപ്പുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിങ്ങൾ കുറച്ചു നേരം കയ്യിൽ പിടിച്ചാൽ തന്നെ അത് കയ്യിലിരുന്ന് മെൽറ്റ് ആയി പോകും. അപ്പോൾ അത് എന്തൊരു നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ. ചില ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി വീട്ടിലെത്തി നോക്കുമ്പോഴത്തേനും കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുക്കുന്നതിന് വേറെ അത് വെള്ളം പോലെ ഉണ്ടാവും. പിന്നീട് അത് വീണ്ടും ഫ്രിഡ്ജിനകത്ത് കയറ്റി കുറേ നേരം കഴിയുമ്പോഴത്തേനും എടുത്താലായിരിക്കും നമുക്ക് പൊട്ടിച്ച് കഴിക്കാൻ പറ്റും. അപ്പോഴത്തേനും അതിൻ്റെ ഷേപ്പും പോയിട്ടുണ്ടാവും. ഇറിറ്റേറ്റിംഗ്, റൈറ്റ്? അപ്പോൾ ആ സ്ഥാനത്ത് M&M പറയാണ്, മറ്റുള്ള ചോക്ലേറ്റ് ഒക്കെ കയ്യിലിരുന്ന് മെൽറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ചോക്ലേറ്റ് മെൽറ്റ് ആകാൻ പോകുന്നത് എവിടെയാണ്? മൗത്തിലാണ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദെയർ USP. നൗ തിങ്ക് ഓഫ് വേരിയസ് ബ്രാൻഡ്സ്. ഞാനിപ്പോൾ ഒരു 3-4 ബ്രാൻഡിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. സോ ഇതുപോലെ നിങ്ങൾ കാര്യം തന്നെ കേട്ടിട്ടുള്ള ബ്രാൻഡുകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. എന്താണ് ആ പ്രൊഡക്റ്റുകളുടെയൊക്കെ USP എന്നുള്ളത്? ഈ ഒരു USP നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ആ ഫാക്ടേഴ്സ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു USP സെറ്റ് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കീ ഡിഫറൻസസ്. എന്തൊക്കെയാണ് നിങ്ങളും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സും തമ്മിലുള്ള കീ ഡിഫറൻസ് എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് വ്യക്തമായ ബോധം വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്ലാരിറ്റി ഈസ് കപ്പാസിറ്റി, റൈറ്റ്? സോ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം എന്താണ് ആ കീ ഡിഫറൻസസ് എന്നുള്ളത്. ആൻഡ് ഓൾവേസ് ഹാവ് എ തറവ് റിസർച്ച് ആൻഡ് കോമ്പറ്റീഷൻ. എന്താണ് കോമ്പറ്റീഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ റിസർച്ചും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് തേർഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് കസ്റ്റമറിൻ്റെ നീഡ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ കസ്റ്റമറും ഓരോ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അയാളുടെ എന്തോ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? സോ വാട്ട് എക്സാക്ട്ലി ഇസ് ദ കസ്റ്റമർ നീഡ്? ആ കസ്റ്റമർ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേനും നമുക്ക് വീണ്ടും നമ്മുടെ USPയിലേക്ക് കുറച്ചും കൂടി നമ്മൾ അടുക്കും. ഈ 3 കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ഈ ഡാറ്റയെ നിങ്ങളൊന്ന് കമ്പൈൽ ചെയ്യാം. ഓക്കെ, ഈ ഡാറ്റ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ USP കുറച്ച് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി പ്രോഡക്റ്റും ബ്രാൻഡും ഒക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ ഓക്കെ നിങ്ങളുടെ USP ഐഡന്റിഫൈ ചെയ്യണം. എന്നെ കേൾക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. വാട്ട് എക്സാക്ട്ലി ഈസ് യുവർ USP? ആ USP നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്നിട്ട് നമ്മളെ തന്നെ നമ്മൾ സെല്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എവറി ഇൻ്റർവ്യൂ ഐ സേ അവിടെ സംഭവിക്കുന്നത് ഇറ്റ്സ് എ സെല്ലിംഗ് പ്രോസസ്. ഓക്കെ, യു ആർ ട്രൈങ് ടു സെൽ യുവർ സ്കിൽ സെറ്റ്സ്. ഫൈൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ USP ആയിട്ട് പറയാൻ പോകുന്നത് എന്താണ്? വാട്ട് എക്സാക്ട്ലി ഈസ് യുവർ USP? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ വാക്കൊന്ന് നിങ്ങളുടെ തലയിൽ കിടന്ന് മറിയട്ടെ. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ USP എന്ന് പറയുന്നത്. ഫൈൻ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതെന്താണെന്നുള്ളത്. ബ്രാൻഡ് ആയാലും പ്രൊഡക്റ്റ് ആയാലും നിങ്ങളൊരു വ്യക്തി എന്ന നിലയിലായാലും യു ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ വാട്ട് എക്സാക്ട്ലി ദ USP ഈസ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് പ്രോപ്പർലി സെല്ല് ചെയ്യാനും മറ്റൊരാളെ കൺവിൻസ് ചെയ്യാനും സാധിക്കുന്നത്. ഫൈൻ, ഇത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഷുഡ് നോ വേർ എക്സാക്ട്ലി ടു അപ്ലൈ ദിസ്. എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ചില ബ്രാൻഡുകളൊക്കെ നിങ്ങൾ നോക്കുന്നത് അവിടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഹെഡർ ഉണ്ടാവില്ലേ? ഓക്കെ, ഈ ടാഗ് ലൈനും USPയും കൂടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. അത് രണ്ട് സാധനമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഹെഡറിൽ ഫ്രണ്ടിൽ കാണുന്നതില്ല, അതിലിങ്ങനെ ഓടിക്കളിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ചില സെൻറ്റൻസുകൾ അവിടെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ആ സാധനത്തിനായിരിക്കും. ബിക്കോസ് ദേ വോണ്ട് പീപ്പിൾ ടു നോ ഇതാണ് അവർ ഒരു വ്യക്തി ഞങ്ങളെ സെലക്ട് ചെയ്യേണ്ടതിൻ്റെ റീസൺ ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിനെ കാണിക്കുന്നത്. നിങ്ങൾ പിസ്സ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ഒബ്വിയസ്ലി ഒരു സാധനം കഴിക്കാൻ ആഗ്രഹിച്ചത് വേഗം കൈ കിട്ടണമെന്ന് നമുക്ക് മനസ്സിലുണ്ടാവും അല്ലേ? അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഡോമിനോസ് പറയുന്നു, കമോൺ, വി ആർ ഫാർ അഹെഡ് ഓഫ് അവർ കോമ്പറ്റീഷൻ. ഇനി വേറൊന്ന് USP സെറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു കോമ്പറ്റീറ്റർ ഓൾറെഡി എടുത്തിട്ടുള്ള ഒരു ഏരിയനകത്ത് കയറിയിട്ട് ഒരു USP കളിക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. ഫോർ എക്സാമ്പിൾ, ഡോമിനോസ് ഓൾറെഡി പറഞ്ഞു, എന്താ പറയുന്നത്, ഞങ്ങൾ ഫാസ്റ്റസ്റ്റ് ഡെലിവറിയാണ്, 30 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ ഡെലിവറി ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഇത് കേട്ടിട്ട് വേറൊരു പിസ്സാൻ്റെ ബ്രാൻഡ് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പിസ്സാൻ്റെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും നിങ്ങൾ കയറിയിട്ട് അതേ കോളത്തിൽ കയറി കളിക്കാൻ നിൽക്കരുത്. ഫൈൻ, ബിക്കോസ് അതിന് വേറെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ടാവില്ലേ. ഗോ ആൻഡ് ഫൈൻഡ് സംതിങ് എൽസ്. ഓക്കെ, അല്ലെങ്കിൽ അത് USP ആയിട്ട് നിങ്ങൾ പറഞ്ഞ് സെല് ചെയ്യുമ്പോഴത്തേനും അത് ഏശില്ല. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി സംതിങ് യുണീക്ക്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ അസൈൻമെൻറ്റ് എന്താ? ഇതുപോലെ ഒരുപാട് ബ്രാൻഡുകൾക്ക് USP എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് മനസ്സിലാക്കേണ്ടത്? അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നാളെ നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോയാലും സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിച്ചാലും നിങ്ങളുടെ ചിന്തകളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ നോളജ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അടുത്ത വീഡിയോയിൽ ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബാക്കി എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും എന്നുള്ള ചില ഡിസ്കഷൻ പോയിന്റ്സ് മനസ്സിൽ വന്നാൽ അത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Until then, goodbye.